ഞാൻ മരിയ. ബാംഗ്ലൂർ വന്നതിന് പുറകിൽ വേറൊരു ഉദ്ദേശം കൂടി ഉണ്ടായിരുന്നു. ഒരു കോളേജ് ഒന്ന് വിസിറ്റ് ചെയ്യാനുണ്ടായിരുന്നു. അതവിടെ നിൽക്കട്ടെ, നമ്മൾ ഇന്നലെ എന്താ പറഞ്ഞത്, പബ്ബിൽ പോയ വിശേഷം. അത് കഴിഞ്ഞിട്ട് എന്താ ഉണ്ടായെന്നറിയാം. നല്ല തലവേദനയും ഭയങ്കര ടയേർഡായിരുന്നു. അപ്പൊ പിന്നെ ലേറ്റ് ആയിട്ടാണ് എണീറ്റ് അപ്പൊ തന്നെ ഫുഡ് എന്നുള്ള ഒരൊറ്റ മൈൻഡേ ഉണ്ടായിരുന്നുള്ളൂ. കഞ്ഞി വേറൊന്നും വീട്ടിലുണ്ടാക്കണ്ട, എന്തെങ്കിലുമൊക്കെ വെറൈറ്റി ആയിട്ട് ഇവിടം വരെ വന്നതല്ലേ, ഇവിടുത്തെ കൾച്ചറിന് പറ്റിയ ഫുഡൊക്കെ എന്തായാലും ഉണ്ടാവുമല്ലോ, അതൊക്കെ ഒന്ന് ട്രൈ ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ എന്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു ഇവിടെ ഒരു അടിപൊളി ബിരിയാണി കിട്ടുന്ന ഒരു സ്പോട്ട് ഉണ്ട്, അതായത് ഇവിടുത്തെ ബിരിയാണി കഴിച്ചാൽ എന്താ ഇങ്ങനെ അലിഞ്ഞു പോകും, അത്ര ടേസ്റ്റാണ്. ദൈവഭാഗ്യം കൊണ്ട് നമുക്ക് അവിടെ ബിരിയാണി ഉണ്ടായിരുന്നില്ല, പകരം ഈ ഒരു സാധനമായിരുന്നു പുഷ്ക അങ്ങനെ എന്തോ ഒരു സാധനം. എനിക്ക് നെയിം കറക്റ്റ് ആയിട്ട് അറിയില്ല കേട്ടോ, അതുകൊണ്ടാണ്. അത് അത്യാവശ്യം നല്ല കുഴപ്പമുണ്ടായിരുന്നില്ല, കുറച്ച് ഉപ്പ് കൂടുതലായിരുന്നു. പിന്നെ അവിടുത്തെ കബാബ് ഇങ്ങനെയായിരുന്നു. വന്നപ്പോൾ തൊട്ട് എന്നോട് അവൾ ഈ ഒരു റോളിനെ പറ്റി പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ഈ റോള് വാങ്ങിക്കാന്നും കൂടെ വിചാരിച്ചു, പക്ഷെ എന്ത് വലിയ റോളത്. അപ്പൊ ഞാൻ പറഞ്ഞു റൂമിൽ പോയി കഴിക്കാന്ന്. അമ്മൂനോട് എനിക്ക് കുറച്ച് വീഡിയോസ് എടുത്തരുമെന്ന് ചോദിച്ചു. ഞാൻ നോക്കിയപ്പോൾ അപ്പുറത്തെ പറമ്പിൽ പോയിരുന്നിട്ട് വീഡിയോ എടുത്തെന്ന്. പിന്നെ എന്ത് ചെയ്യാനാ, വെളിവില്ലാത്ത കുട്ടിയല്ലേ, എന്റെ ഫ്രണ്ടായിപ്പോയി. ഞാൻ പിന്നെ വലിച്ച് കൊണ്ടുപോയോളെ. ഡേറ്റ്സിന്റെയും ഫ്രൂട്ട്സിന്റെ ഒക്കെ കുറച്ച് ഷേക്കും കാര്യങ്ങളൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അല്ലറ ചില്ലറ കടയിലൊക്കെ കയറി ഇങ്ങനെ തെണ്ടി തിരിഞ്ഞൊന്നും വാങ്ങിക്കാണ്ട് ഇങ്ങനെ നോക്കി നടന്നു. അവളിപ്പോ ബാംഗ്ലൂരിൽ ഒന്ന് സെറ്റായിട്ട് ഒരു 1 year ആവാറായിട്ടുണ്ട്. അപ്പൊ അവള് നിന്ന സ്ഥലങ്ങളൊക്കെ എന്നെ കൊണ്ടേ കാണിച്ച് ഇവിടെ കയറുന്നുള്ള പഴയ റൂമെന്ന്. പിന്നെ നമ്മ നേരെ റൂമിലേക്ക് പോയി. റോള് ബാഗിലിരിക്കുന്ന കാരണം അതെങ്ങനെയെങ്കിലും കഴിച്ചാൽ മതി, അങ്ങനെ മുട്ടി ഇരുന്ന് ലാസ്റ്റ് ഞങ്ങൾ അത് കഴിച്ചു. ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ, ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞങ്ങൾക്കിട്ട് 8ന്റെ പണിയുന്ന ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു കേട്ടോ. ആ ഫ്രണ്ടിനെ പറ്റി 5-6 കുറ്റവും കുറച്ച് തെറിയൊക്കെ വിളിച്ച് നല്ല സുഖമായിട്ട് കിടന്നുറങ്ങി. എന്തൊരു സമാധാനം.